ഒരു വരാറ് നിന്റെ ഫാമിലി പാക്കല്ലേ? ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫാമുണ്ട്. ചെറിയൊരു ഫാമാണ്. അപ്പം കുറേ നാളായിട്ട് അത് യൂസ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം ഷെഡൊക്കെ പൊളിഞ്ഞ് വീണു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അതിലൊരു ടാങ്ക് ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ ടാങ്ക് ഉണ്ട്, അതിൻ്റെ അവസ്ഥ ഇതാണ്. ഫുള്ള് കരിയിലേക്ക് വീണ് ആകെ നാശമായിട്ടിരിക്കുകയാണ്. ഉണ്ടോ, അത് ഷെഡ് പൊളിഞ്ഞ് വീണ് കരിയിലേക്ക് വീണ് കരിയോല് പോലെ കിടക്കും. മൊത്തം ചേറും ചെള്ളയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം അതിനകത്ത് കിടക്കുന്ന മീനെയൊക്കെ നമുക്ക് ഈ ഫ്രിഡ്ജ് ബോക്സിൽ ഇടാൻ വേണ്ടിയാണ്. ആദ്യം ഫ്രിഡ്ജ് ബോക്സ് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാണ് അതിനകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ മീൻ. വേറെ മീനൊക്കെ ഉണ്ട്, പക്ഷെ മൊത്തം ചേറിൻ്റെ അടിയിലാണ്. ഇത് 2 കിലോ അടുത്തുള്ള ഒരു ചെറുമീനാണത്. ഇതിനകത്ത് ഇനിയുണ്ട്, കാരിയൊക്കെ ഉണ്ട്. കാരി കല്ലാമുട്ടി കിടപ്പുണ്ട്. വാളയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വാളയൊന്നും കാണുന്നില്ല. എനിക്കൊന്ന് ചെറുമീൻ തന്നെ അതിനെ പിടിച്ച് തിന്നാന്ന് തോന്നുന്നു. തൂത്തുകോരിയില്ലടാ, വെച്ച് ഇങ്ങനെ കോരി ഇങ്ങനെ അടിച്ചു വെച്ചാൽ മതി. കാര്യമുണ്ട് നീ കൈയിട്ട് ഇളക്കണം. ഒരു വരാല് കാര്യമെല്ലാം ചെറുമീൻ അടിച്ചു കഴിഞ്ഞു. മീനെയൊന്നും കാണുന്നില്ല. ഈ ചെറിയ കുളത്തിൽ ഒരുപാട് മീനെ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വരാലിനെയും ചെറുമീനെയും കാണുന്നുള്ളു. ബാക്കി ചിലപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കാണുമായിരിക്കും. കുറേ ചേറെടുപ്പുണ്ട്. ചേറല്ല, കൂടുതലും കരിയിൽ വീണ് അളിഞ്ഞ് അഴുകി കിടക്കുകയാണ്. ഇതാണ് നമ്മൾ ചെറുമീൻ കുട്ടൻ. പുള്ളി എന്താണെന്ന് അറിയത്തില്ല, പുള്ളി അടയും കിടപ്പുണ്ട്. സാധാരണ ഇങ്ങനല്ല. നല്ല വലുപ്പമുണ്ട്. വീഡിയോ കൂടെ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. രക്ഷയില്ല. ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ തല്ലി ഇളക്കുന്ന ലക്ഷണമുണ്ട്. ചേറ് പോകുന്നുണ്ടോ? അത് നിറച്ചും ചേറാണ്. അപ്പോൾ ഇത് ഒരുപാടുണ്ട്. മാക്സിമം ഞാൻ ഇത് ഷോർട്ടാക്കി ഇടുന്നതായിരിക്കും. കാരണം ഇപ്പം തന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലുണ്ട് ഒരുപാട് ലെങ്ത് ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇടാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ടാങ്ക് ശരിയായിട്ടുണ്ട്. ഇനി ചെറിയ ചള്ളയൊക്കെയുള്ളൂ, ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇനി വെള്ളം നിറച്ചിട്ട് ഇതിനകത്തോട്ട് ഇനി ചെറുമീൻ ഇടാനാണ് പ്ലാൻ. സൗണ്ട് മാത്രം സൗണ്ട് കേട്ടാലും തെറ്റിദ്ധരിക്കണ്ട. വെള്ളം ഓസ് വഴി താഴോട്ട് വലിച്ച് കളയുന്നതിൻ്റെ സൗണ്ടാണ്. ഒരു ചെറുമീൻ ചത്ത് കിടപ്പുണ്ട്. ശരിക്കും ചത്ത് കിടക്കുന്നതല്ല, ഇതിനകത്ത് കിടൻ ചത്താണ്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യം കിടപ്പുണ്ട്. അതിനെ തിന്നാൻ വേണ്ടി ഇവന് ഇട്ട് കൊടുത്താണ്, ഫുഡ് ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പടുതാക്കുളം വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ടാങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളും നടക്കും. അത്യാവശ്യം നമുക്ക് പുറത്തും സെയിൽ ചെയ്യാൻ പറ്റും.
ഇവിടെയൊക്കെ ചെറിയ മീനൊക്കെ ആണെങ്കിൽ 400 രൂപ മുതൽ 800 വരെ കിട്ടുന്നുണ്ട്. വെള്ളം മഴ പെയ്യുമ്പോൾ ഒലിച്ചിങ്ങോട്ട് ഇറങ്ങാറാണ് കല്ലല്ലേ. അപ്പോൾ ടാങ്ക് ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ അത്ര ശരിയല്ല, അത് കൊണ്ടാണ് ക്ലാരിറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. ആരും തെറ്റിയിരിക്കേണ്ട. ബാക്ക് ക്യാമറ കുഴപ്പമില്ല, പഴയ ഫോണാണോ, അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ടാങ്ക് എല്ലാം സെറ്റ് ചെയ്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മളെ ചെറുക്കനെ പിടിച്ച് അതിനകത്ത് ഇടുക എന്നുള്ളതാണ്. ഇങ്ങോട്ട് എടുത്തപ്പോൾ ആൾ ഭയങ്കര ശാന്തനായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം ആൾ കുറച്ച് വയലൻ്റാണ്. തെളിഞ്ഞ വെള്ളമായിരുന്നു, അത് കിടന്നപ്പോൾ കണ്ട മൊത്തം അഴുക്കായി. അതുപോലെ ചെളി കൊണ്ടാ കുളത്തിൽ. ഇതുകൊണ്ടൊക്കെ ഒരുപാട് മീന വലിയ കുളത്തിൽ കിടപ്പുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് ലെങ്ത് ആയി പോകും. കാണുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. ഇപ്പം തന്നെ ഇതൊരു ബോറിംഗ് ആയിട്ട് തോന്നിക്കാണുമല്ലേ. ഇനി ഇതുപോലെ മീനുകൾ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്, ആവശ്യക്കാർ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മളതിനെ കുളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കൂട്ടിനെ വരാലിനെ കൂടെ ഇടുന്നുണ്ട്. വരാലിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒറ്റക്കിടണ്ടെന്ന് വിചാരിച്ച് വരാലിനെയും പിടിച്ചിടുന്നുണ്ട്. കൂട്ടിനൊരു വരാലെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിനിപ്പോൾ ഷെഡ് ഉണ്ടാക്കുന്നില്ല, തൽക്കാലം ഗ്രീനായിട്ട് ഇട്ട് കരിയില വീഴാതെ കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഷെഡ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പം നാളെ മറ്റന്നാളായിട്ട് ഈ കുളം, വലിയ കുളം ഞങ്ങൾ ക്ലീൻ ചെയ്ത് അതിൽ മീനൊക്കെ പിടിച്ച് അത് ക്ലിയറായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.